Zim zam zoom. Zim zam zoom. Zim zam zoom. എനിക്ക് വിശക്കുന്നു. ഓക്കെ, ഞാനൊന്നും എടുത്തിട്ട് ഈ കറുത്ത പഴമാണ് നമുക്ക് കറുക്കാത്ത പഴം തിന്നാം. ബാക്കിയുള്ള പഴം നമുക്ക് അമ്മേനെ കൊണ്ട് ഹൽവ ഉണ്ടാക്കാൻ പറയാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SRWorld. ഇന്ന് കുക്ക് വിത്ത് മോമിന്റെ ഡേ ആണ്. അപ്പൊ നമ്മുടെ മോമ് എങ്ങനെയാണ് ഹൽവ ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നത്. കറുത്ത പഴത്തിനെ കൊണ്ട് എങ്ങനെയാ ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നത് പറയാൻ പോകുന്ന. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഴുത്ത പഴം വെച്ച് നല്ല ബനാന ഹൽവയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. പഴുത്ത പഴം ഉണ്ടാകുമ്പോഴും മിക്കപ്പോഴും അത് കളയാറാണ് പതിവ്. അത് തൊലി കറുത്ത് പോയിട്ടുണ്ടെങ്കിലും തന്നെ ഉള്ളിലൊന്നും കേടുപാടൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അത്തരം പഴത്തിന് അതിന് ഗുണങ്ങൾ ഏറെയാണ് താനും. ഇത്തരം പഴങ്ങൾ വലിച്ചെറിഞ്ഞതിന് പകരം ഇത്തരത്തിലുള്ള നല്ല നല്ല വിഭവങ്ങൾ നമുക്ക് അതുകൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിലൊന്നാണ് നമ്മുടെ ബനാന ഹൽവ. അതിനായി ചെറുതായി കട്ടിയതിന് ശേഷം അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പച്ചെമ്പിൽ ചെറുതായി കട്ട് ചെയ്ത പഴം വെച്ച് ഒരു 5 മിനിറ്റ് ആവി കയറ്റിയാൽ മതിയാവും. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വെല്ലം ഇവിടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനായിട്ട് നമ്മൾ 1/2 കിലോ മുഴുവനായിട്ടുള്ള വെല്ലമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് സെപ്പറേറ്റ് പാക്കറ്റ് വെല്ലം കിട്ടുന്നുണ്ടല്ലോ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് കറുപ്പ് കളർ വെല്ലമാണെങ്കിൽ അത് ഒന്നുകൂടി നല്ലതാണ്. ഈ വെല്ലം ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് കത്തി കൊണ്ട് കുത്തി കൊടുത്ത് അത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. പെട്ടെന്ന് ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. വെല്ലം മെൽറ്റ് ചെയ്ത് നന്നായി അരിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അരിച്ച് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് വെക്കുന്നതാണ് നല്ലത്. അപ്പോഴേക്കും പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് തോലിയൊക്കെ കളഞ്ഞ് മിക്സറിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ജാറിലിട്ട് അടിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടകൾ കിടക്കും. നമ്മൾ കൈ കൊണ്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് ഉടഞ്ഞു കിട്ടാൻ പാടായിരിക്കും. ഓൾറെഡി വെന്ത പഴമാണല്ലോ, അതുകൊണ്ട് അത് മിക്സറിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും. ഉരുകിയ വെല്ലം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. മിക്സറിൻ്റെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷം 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, അത് ഞാനിവിടെ ടിൻ മിൽക്ക് വാങ്ങിയതാണ് ഉപയോഗിക്കുന്നത്. അത് 1 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ ഈ പഴത്തിന് കൂടെ ഇട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഫ്രഷ് തേങ്ങാപ്പാൽ കിട്ടുവാണെങ്കിൽ അതാണ് ഒന്നുകൂടി നല്ലത്. അതുകൂടി ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ചൂടായി വരുമ്പോഴേക്കും അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കുറച്ച് മതിയാവും, അധികം വേണമെന്നില്ല. 2 സ്പൂൺ നെയ്യ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹൽവയാണെങ്കിൽ ഒരുപാട് നെയ്യും ഇതൊക്കെ ഉണ്ടായിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് നമുക്ക് അത്രയധികം നെയ്യിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഉരുകിയ വെല്ലവും പഴത്തിൻ്റെ മിക്സും, പഴം നമ്മൾ മിക്സറിൻ്റെ ജാറിലിട്ട് ഒഴിച്ചതും കൂടി എടുത്ത് ഒരുമിച്ച് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ കൂട്ടും വെല്ലം ഉരുക്കിയതും കൂടി നന്നായി യോജിച്ച് വരുന്നത് വരെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മധുരം നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഇല്ല എങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോഴും കൂട്ട് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് കൈ എടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മൾക്കിത് 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്നാമത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണല്ലോ ആക്കുന്നത്. ഉരുളിയിലൊക്കെ ആണെങ്കിൽ ആ ഉരുളി ചൂട് പിടിക്കുന്ന സമയം നമുക്ക് എടുക്കും. അതുകൊണ്ടാണ് 15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആണല്ലോ, അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് പലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിലും നല്ലത് വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. നല്ല പഴത്തിൻ്റെ ഗുണങ്ങളും കിട്ടും. ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ പഴത്തിൻ്റെ ഗുണങ്ങളും കിട്ടും. പിന്നെ ബേക്കറി പലഹാരത്തിൽ ഉപയോഗിക്കുന്ന മായവും ഇതൊന്നും ഇല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഫുഡ് നമുക്ക് ചെറിയ സമയം കൊണ്ട് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുമല്ലോ.
നന്നായി കുറുകി വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇടാനുള്ള നട്ട്സ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇടാം. അത് ഫ്രൈ ആയി വരട്ടെ. ഞാൻ ഇതിൽ ഡേറ്റ്സും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോഴേക്കും നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. ആ നെയ്യ് മുഴുവൻ ഒഴിക്കണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുഴുവൻ ഒഴിച്ചാൽ മതി. ഇല്ല എങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നെയ്യിൽ നിന്ന് കോരിയെടുത്ത് ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അലുവ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളുത്ത എള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നട്ട്സും ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് മേലെ ഭാഗം ഒന്ന് അമർത്തിയെടുക്കാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. അതിനായിട്ട് ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രം, അടിപരപ്പുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് തൂവി കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും നല്ല നീറ്റായിട്ട് കിട്ടും. ഇവിടെ ബനാന ഹൽവ നമ്മൾ ഗ്ലാസ് ബൗളിലേക്ക് ആക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ രാത്രിയാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. രാവിലെയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും ഇത് നന്നായി സെറ്റായിട്ട് വരും. ഇത് 15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി ഇപ്പം തന്നെ നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അതിന് ഇത്തിരി ഒരു പറ്റലുണ്ടാവും. അതില്ലാതിരിക്കാനാണ് നമ്മൾ കുറച്ച് സമയം സെറ്റാവാൻ വെക്കാൻ പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായി കത്തി കൊണ്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ രാവിലെ നന്നായി നമ്മുടെ അലുവ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിത് ഗ്ലാസ് ബൗളൊന്ന് ഓപ്പൺ ആക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, നന്നായി സെറ്റായി വന്നിട്ട് അത് ഒരു പ്രയാസമില്ലാതെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തിയുമാണ്. നട്ട്സ്, വൈറ്റ് എള്ള്, പിന്നെ ഡേറ്റ്സ് എല്ലാം കൂടിയുമ്പോൾ നല്ല ഹെൽത്തിയാണ്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തന്നെ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇടണം എന്നുള്ളത്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നന്നായി കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഇളകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ കമൻസും ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. Please don't forget to like, share, subscribe and bell. See you in next video. Bye.